ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ചരിത്രവഴികളിലൂടെ ഒരു ചരിത്ര വിചാരം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ക്ലാസ് പുരോഗമിക്കുകയാണ്. ഇന്ന് നമ്മൾ 50-ാം പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം നമ്മുടെ ക്ലാസ്സിൻ്റെ പകുതിയിലേക്ക് എത്തുകയാണ്. പുസ്തകത്തിൻ്റെ പകുതിയല്ല, ക്ലാസ്സിൻ്റെ പകുതിയിലേക്കാണ് നമ്മൾ എത്തുക. കാരണം മുന്നോട്ട് പോകുന്ന പാദങ്ങൾ, ചില പാദങ്ങളൊക്കെ വളരെ വലുതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 100 ക്ലാസ്സുകളോളം ഏകദേശം നമുക്ക് വരുന്നുണ്ട് ഈ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള. അങ്ങനെ വരുമ്പോഴത്തേക്കും 48-ാമത്തെ ക്ലാസ്സാണ്, 50-ാമത്തെ പാദമാണ് നമ്മൾ പഠിക്കുന്നത് എന്നും പറയുന്ന പോലെ തന്നെ പ്രത്യേകമായിട്ട് ഓർക്കുക. വർത്തമാന പുസ്തകം നമ്മൾ വായിക്കണം. അതുകൊണ്ട് വായിക്കുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായൊരു രേഖ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പഴയ ലിപിയിലുള്ള എഴുത്തായതുകൊണ്ട് ഈ ക്ലാസ് കേട്ടതിന് ശേഷം പുസ്തകം വായിക്കുകയാണ് എങ്കിൽ കുറച്ചും കൂടി ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ പുസ്തകം കൂടി വായിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. പേജ് നമ്പർ 280 മുതൽ 286 വരെയുള്ള പേജ് നമ്പറുകളാണ് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. സ്നേഹത്തിയായ ഈശോയെ, നിൻ്റെ ഓരോ ഇടപെടലിനെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ അനന്തമായ കാരുണ്യം ഞങ്ങൾ ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നിൻ്റെ ഓരോ ഇടപെടലുകളും തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്നും തെറ്റായ രീതിയിൽ പലവിധ ദുഷ്പ്രചരണങ്ങൾ വഴിയായിട്ട് പലപ്പോഴും പലരെയും മാറ്റി നിർത്തുമ്പോഴും യഥാർത്ഥ സത്യം ഒരിക്കൽ തിരിച്ചു വരുമെന്നുള്ള വലിയൊരു ബോധ്യം ഇന്നത്തെ ക്ലാസ്സിലൂടെ നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വലിയൊരു കരുതൽ സഭയ്ക്ക് ആദ്യം മുതലേ എപ്പോഴും ഉണ്ടായിരുന്നു. അവരെല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഈശോയെ നന്ദി. അന്ന് പാറേമാക്കൾ തോമാക്കത്തുനാരെയും അവരുടെ കൂട്ടരെയും നയിച്ചതുപോലെ, സഭയുടെ നന്മയ്ക്കായി നയിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും സഭയുടെ സ്വരമായി മാറുവാൻ, സഭയുടെ വക്താക്കളായി മാറുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, നിൻ്റെ കൃപ ഞങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, മറിയൂസ് പിതാവേ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, കവൽമാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വർത്തമാന പുസ്തകത്തിലെ 50-ാം പാദത്തിൽ വിവരിക്കുന്ന രസകരവും എന്നാൽ തന്ത്രപ്രധാനവുമായ സംഭവങ്ങളാണ് നമ്മൾ കാണുക. അതൊരു നാടകീയമായ സിനിമ പോലെ അയൽക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ ആണ് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. എങ്കിലും നമ്മളതിനെ വളരെ ലഘുവായ രീതിയിൽ 5 പ്രധാന ആശയങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആശയം ഇതാണ്: മലങ്കരയുടെ ശത്രു അധികാരത്തിലേക്ക്. മലങ്കരയിലെ പള്ളികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയ യോഹന്നാൻ ദെ സാന്താ മാർഗരീത്ത പാതിരിയെ തന്നെ മലങ്കരയുടെ ഭരണാധികാരിയായി റോം നിയമിച്ചത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. നമ്മൾ 6-ാമത്തെ പാദത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. യോഹന്നാൻ ദെ സാന്താ മാർഗരീത്ത പാതിരി സഭയെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് അങ്കമാലി യോഗത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ പഠിച്ചതാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി പോകണമെന്ന കാര്യം ഓർക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയെ തന്നെ റോം നിയമിച്ചത് വലിയൊരു വെല്ലുവിളിയായി തീർന്നു. ആലങ്ങാട്ടു പടിയോല വഴി സഭ ഒന്നടക്കം പുറത്താക്കിയ ഒരാളെയാണ് വീണ്ടും തലവനായി അയക്കുന്നത്. അത് മലങ്കര സഭയുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ഒന്നാണെന്ന് കരിയാറ്റ് മെലപ്പാൻ തിരിച്ചറിഞ്ഞു. ഇതിനായിട്ട് 800 സ്കൂതി, അതായത് ആ സ്കൂതി എന്ന് പറയുന്നത് അക്കാലത്ത് നിലവിലിരുന്ന ഒരു വിദേശ നാണയമാണ്, പ്രൊപ്പഗാൻഡ സംഘം നൽകിയതും സഭയുടെ ചെലവിൽ സഭയെ തന്നെ നശിപ്പിക്കാനുള്ള നീക്കമായാണ് അവർ കാണുന്നത്. അദ്ദേഹത്തെ മലങ്കരയുടെ ശത്രുവായിരുന്നവൻ അത്
അങ്കമാലി പടിയോല വഴി ആരെയാണോ മലങ്കര സഭ പുറത്താക്കിയത് ആ വ്യക്തി തന്നെ റോമിൽ നിന്നും അധികാരപ്പെട്ടുകൊണ്ട് വരുന്നത് ഒരു വലിയ വെല്ലുവിളിയായി തീർന്നു. അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള പണം കൂടി നൽകിയത്, അതിനെക്കുറിച്ച് തോമാക്കത്തനാർ പറയുന്ന കാര്യം ഇതാണ്: സഭയുടെ ചെലവിൽ തന്നെ സഭയെ നശിപ്പിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് അതിനെ കാണുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൽപ്പാൻ്റെ തറപ്പിച്ചു പറയലും പീലാത്തോസ് ഉപമയും. മോൺസിഞ്ഞോർ ബോർജിയയുടെ ഇരട്ടത്താപ്പിനെ നേരിട്ട രീതി വളരെ ശ്രദ്ധേയമാണ്. മോൺസിഞ്ഞോർ വ്യക്തമായി പറയുന്ന കാര്യമാണ്, ഞാനല്ല ഇത് തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് ബോർജിയ ഒഴിഞ്ഞു മാറിയപ്പോൾ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്ത് കൈകഴുകിയ പീലാത്തോസിനോട് മൽപ്പൻ അദ്ദേഹത്തെ താരതമ്യം ചെയ്തത്. സഭാതലപ്പത്തിരിക്കുന്നവർ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതിന് പകരം തന്ത്രങ്ങളിലൂടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനെ മൽപ്പാൻ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. മൂന്നാമത്തെ ആശയം മാർപ്പാപ്പയുടെ ഇടപെടലും പ്രൊപ്പഗാന്തയുടെ നാണക്കേടും. പോർച്ചുഗൽ സ്ഥാനപതി മാർപ്പാപ്പയെ നേരിട്ട് കണ്ടതോടെയാണ് റോമിലെ ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പ് പുറത്തായത്. മലങ്കരയിലെ യഥാർത്ഥ അവസ്ഥ മാർപ്പാപ്പയിൽ നിന്നും മറച്ചു വെച്ചാണ് അവർ മർഗരിത്ത പാതിരിക്ക് നിയമന ഉത്തരവ് വാങ്ങിയതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ 6-ാം പിയൂസ് മാർപ്പാപ്പ കടുത്ത നടപടിയെടുത്തു. കർദിനാളിനെയും ബോർജിയയെയും അദ്ദേഹം പരസ്യമായി ശകാരിച്ചു. സഭാഭരണചക്രത്തിനുള്ളിലെ അഴിമതിക്കെതിരായ മലങ്കരയുടെ പോരാട്ടത്തിൻ്റെ വിജയമായിരുന്നു അത്. അറിയാം, കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. 6-ാം പിയൂസ് മാർപ്പാപ്പ പുതിയ കർദിനാൾമാരുടെ വാക്കുകളൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നില്ലാത്തതുകൊണ്ട് ഒരു പരിധിവരെ മൽപ്പാനും സംഘത്തിനും മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു സമയത്താണ് പോർച്ചുഗൽ സ്ഥാനപതി മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് സത്യം പുറത്തറിയുക. നാലാമത്തെ ആശയം ജനോവ മെത്രാപ്പൊലീത്തയുടെ വിരുന്ന് സൽക്കാരവും തന്ത്രവും. പാതിരിയുടെ കയ്യിൽ നിന്നും നിയമന ഉത്തരവ് തിരികെ വാങ്ങാൻ ഉപയോഗിച്ച മാർഗം വളരെ ബുദ്ധിപരമായിരുന്നു. പാതിരിയെ വിരുന്നിന് ക്ഷണിച്ച മെത്രാപ്പൊലീത്ത വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിച്ച അയാളെ വിശ്വാസം പിടിച്ചുപറ്റി നിയമന ഉത്തരവിലെ മനോഹരമായ വാചകങ്ങളൊന്ന് വായിക്കണമെന്ന വ്യാജേന അത് വാങ്ങി സ്വന്തം സഞ്ചിയിലാക്കി. പിന്നീട് ക്ഷീണം തോന്നുന്നു, ഉറങ്ങണമെന്ന് പറഞ്ഞ് പാതിരിയെ പുറത്താക്കിയതോടെ പാതിരിക്ക് ആ രേഖ ചോദിക്കാനുള്ള അവസരം പോലും ലഭിച്ചില്ല. അങ്ങനെയാണ് പാതിരിയിൽ നിന്നും ജനോവ മെത്രാപ്പൊലീത്തായ വളരെ തന്ത്രപൂർവ്വം ആ നിയമന ഉത്തരവ് കൈക്കലാക്കുന്നത്. അഞ്ചാമത്തെ കാര്യം പാതിരിയുടെ പതനവും പരാജയത്തിൻ്റെ ആഴവും. താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും അധികാരം നഷ്ടപ്പെട്ടുവെന്നും തിരിച്ചറിഞ്ഞ പാതിരിയുടെ അവസ്ഥയെ അണ്ടികളഞ്ഞ അണ്ണാൻ എന്ന നാടൻ പ്രയോഗത്തിലൂടെയാണ് പാറേമാക്കത്തനാർ വിവരിക്കുന്നത്. വലിയൊരു സ്ഥാനവും പദവിയും മോഹിച്ചു പുറപ്പെട്ട പാതിരിക്ക് ഒടുവിൽ നാണക്കേടോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. തങ്ങളുടെ പ്രാർത്ഥനയും പരിശ്രമവും വഴി മലങ്കര സഭയെ വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം ഈ അധ്യായത്തിൻ്റെ അവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ രസകരമായ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ വരുമ്പോൾ 50-ാമത്തെ പാദത്തിലെത്തുമ്പോൾ നമ്മൾ കാണുക. ശത്രുവായിരുന്ന മലങ്കര സഭയുടെ ശത്രുവായിരുന്ന വ്യക്തി മെത്രാപ്പൊലീത്തയായിട്ട് റോം അംഗീകരിക്കുന്നു. അതിനുശേഷം റോം യഥാർത്ഥ സത്യം തിരിച്ചറിയുന്നു, അവരെ പരസ്യമായിട്ട് ശകാരിക്കുന്നു. ഈ കൊടുത്തിരിക്കുന്ന നിയമന ഉത്തരവ് വളരെ തന്ത്രപൂർവ്വം കൈക്കലാക്കുന്നു. അങ്ങനെ തമ്പുരാൻ്റെ ഒരു ഇടപെടൽ ശക്തമായിട്ട് അവിടെ നടക്കുകയാണ്. അത് വളരെ രസകരമായ രീതിയിലാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: സഭയെ സംരക്ഷിക്കുക നമ്മുടെ പിതാക്കന്മാർ നടത്തിയ നയതന്ത്ര നീക്കങ്ങളും അവരുടെ ബുദ്ധിവൈഭവവും നമുക്ക് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് മനോഹരമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമല്ലോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. 50-ാം പാദമാണ് എടുത്തത്. 280 മുതൽ 286 വരെയുള്ള പേജുകളാണ്. അത് ഒരു തവണ അല്ലെങ്കിൽ 2 തവണയെങ്കിലും ക്ലാസ് കേട്ടതിന് ശേഷം വായിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. മലങ്കരയിലേക്ക് വികാരി അപ്പസ്തോലിക്കായി നിയമിക്കപ്പെട്ട പാതിരി ആര്?
യോഹന്നാൻ ദെ സന്താ മർഗരീത്ത. പാതിരിക്ക് വഴിച്ചെലവായി പ്രൊപ്പഗാണ്ട നൽകിയ തുക എത്രയായിരുന്നു? 800 സ്കൂതി. പാതിരിയുടെ നിയമനത്തെക്കുറിച്ച് പരാതിപ്പെട്ട മൽപ്പാനോട് ബോർജിയ പറഞ്ഞ മറുപടി എന്ത്? താൻ ഈ കാര്യത്തിൽ കൈകഴുകി ഒഴിയുന്നുവെന്ന്. ബോർജിയയുടെ മറുപടി കേട്ട് മൽപ്പാൻ അദ്ദേഹത്തെ ആരോടാണ് താരതമ്യം ചെയ്തത്? യേശുവിനെ വിധിച്ച പിലാത്തോസിനോട്. മലങ്കരയിലെ പടിയോല അനുസരിച്ച് പാതിരിക്ക് എവിടെയാണ് പ്രവേശനം നിഷേധിച്ചിരുന്നത്? മലങ്കരയിലെ ദേവാലയങ്ങളിൽ. മാർപ്പാപ്പയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത് ആരാണ്? പോർച്ചുഗൽ രാജാവിൻ്റെ സ്ഥാനപതി. പ്രൊപ്പഗാണ്ട അധികാരികൾ തന്നെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ മാർപ്പാപ്പ ആരൊക്കെയാണ് ശകാരിച്ചത്? അന്തോണി നെല്ലി കർദിനാളിനെയും മോൺസിഞ്ഞോർ ബോർജിയയെയും. പാതിരിയുടെ കയ്യിൽ നിന്നും നിയമന ഉത്തരവ് തന്ത്രപരമായി വാങ്ങിയത് ആരാണ്? ജനോവയിലെ മെത്രാപ്പൊലീത്ത. നിയമന ഉത്തരവ് വാങ്ങാൻ മെത്രാപ്പൊലീത്ത പറഞ്ഞ കാരണമെന്തായിരുന്നു? അതിലെ നിയമന വാചകങ്ങൾ വായിച്ചു നോക്കണമെന്ന ആഗ്രഹം. ഉത്തരവ് വാങ്ങിയ ശേഷം പാതിരിയെ ഒഴിവാക്കാൻ മെത്രാപ്പൊലീത്ത പറഞ്ഞ ഒഴികഴിവെന്ത്? തനിക്ക് തീരെ ക്ഷീണം തോന്നുന്നുവെന്നും കുറച്ചു നേരം ഉറങ്ങണമെന്നും പറഞ്ഞു. നിയമന ഉത്തരവ് നഷ്ടപ്പെട്ട പാതിരിയുടെ അവസ്ഥയെ ഏത് പഴഞ്ചൊല്ലുമായാണ് കത്തനാർ വിശേഷിപ്പിക്കുന്നത്? അണ്ടി കളഞ്ഞ അണ്ണാൻ്റെ കൂട്ട്. പാതിരിയുടെ ഈ നാണംകെട്ട മടക്കയാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ കത്തനാർക്ക് മൽപ്പാനും എവിടെ നിന്നാണ് ലഭിച്ചത്? ജനോവയിലെ മാടമ്പി സ്ത്രീയായ മർക്കസ നിഗ്രോണിയുടെ കത്തുകളിൽ നിന്നും.